അത് നോക്കണം, ഞാനല്ലേ എടുത്തു വെച്ചത്. നീ കൂടുതൽ ചലക്കരുത്. അമ്മ എന്റെ ചാർജർ എടുത്ത് വെച്ചില്ലേ? അത് നോക്കണം, ഞാനല്ലേ എടുത്തു വെച്ചത്. അമ്മയുടെ കാര്യം എല്ലാം അമ്മ എടുത്തിട്ടുണ്ട്. അമ്മയുടെ ഷീപ്പ് എടുത്ത്, അമ്മയുടെ ക്രീം എടുത്ത്. അമ്മ എന്തെങ്കിലുമൊക്കെ എന്റെ ഒരു കാര്യം അമ്മ നോക്കമ്മേ. എടാ, രാവിലെ എഴുന്നേറ്റ് കൊണ്ടുപോകാനുള്ള ഫുഡ് എടുത്തു വെക്കണം. മോട്ടർ ഓഫ് ചെയ്തോ, വീട് പൂട്ടിയോ, ഗ്യാസ് ഓഫ് ചെയ്ത് എന്തൊക്കെ ഞാൻ നോക്കണം. എടാ, എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഞാൻ എൻ്റെ ബാഗ് എടുത്തോ, അല്ലെ എൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തോ, എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? എന്റെ പൊന്നമ്മ, ഇതെല്ലാം അമ്മമാരുടെ കടമയാണ്. അല്ലാതെ അമ്മ വലിയ കൊമ്പത്തെ ഒന്നും അല്ല. എല്ലാവരും ഇങ്ങനെ തന്നെയാ ചെയ്യുന്നത്. കടമ? എടാ, ആരാടാ ഈ കടമ കൊണ്ടുവന്നത്? എടാ, ഓരോ വീട്ടിൽ അമ്മമാരും ഉണ്ടല്ലോ, അവർക്ക് മേലെങ്കിലും എൻ്റെ മോൻ കഴിച്ചോ, എൻ്റെ മോൻ്റെ സാധനം എടുത്തു വെച്ചോ, അത് ചെയ്തു ഇത് ചെയ്തു. എടാ, ഞങ്ങൾ നോക്കി നോക്കി ചെയ്യുന്നതേ സ്നേഹം കൊണ്ടാടാ. നീ കൂടുതൽ ചലക്കരുത്. എന്റെ ഷർട്ടും കൊണ്ടുവെത്തിയേ. കൊള്ള, അച്ഛന്റെ ഷർട്ടും ഉണ്ട്. ഇവിടെ എന്റെ ചാർജർ എടുത്തില്ല. അപ്പളാ എന്റെ പൊന്നമ്മ, ഇതൊക്കെ അമ്മയ്ക്ക് ശ്രദ്ധിച്ചൂടെ? എന്തിനാ ഏട്ടാ ചാടിക്കൊണ്ട് വരുന്നത്? ചേട്ടാ, ഞാൻ രാവിലെ എന്തെല്ലാം ചെയ്യും ചേട്ടാ. ഒരു വഴിക്ക് പോകണമെങ്കിൽ 2 ദിവസത്തിന് മുമ്പേ നിങ്ങളുടെയൊക്കെ തുണി കഴുകി തേച്ച് എടുത്ത് എല്ലാം വെക്കണം. നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് എടുത്ത് വെക്കണം. നിങ്ങളുടെ ചാർജർ, ബ്രഷ്, അത് ഇത് എല്ലാം ഞാനല്ലേ ഏട്ടാ നോക്കണ്ടേ? എടാ, നിനക്ക് ഞാനൊരു കാര്യം പറയട്ടെ, നിനക്ക് നിന്റെ ചാർജർ പോലും എടുക്കാൻ പറ്റത്തില്ലേടാ. നീ നോക്കാം, ബാഗിൽ തന്നെ ഉണ്ട്, ഞാൻ എടുത്ത് വെച്ചതാടാ. പിന്നെ നിങ്ങളൊക്കെ ഈ പറയുന്ന പോലെ കടമ കടമ കടമ, എന്തുവാ കടമ? നിങ്ങൾ ആർക്കെങ്കിലും അറിയാമോ? ഞാൻ ഒരു വഴിക്ക് പോകുമ്പോൾ എൻ്റെ ഡ്രസ്സ് എന്തുവാ ഞാൻ ഇടണ്ടേ? ഞാൻ എൻ്റെ സാധനങ്ങൾ എടുത്തോ, എൻ്റെ മൊബൈൽ എടുത്തോ, നിങ്ങൾ ആരെങ്കിലും എന്നോടൊന്ന് ചോദിക്കാറുണ്ടോ? എടാ, ഇക്വാലിറ്റി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഒരാൾക്ക് മാത്രമല്ലടാ, തുല്യതയായിട്ട് വേണം.